നിങ്ങൾ വിചാരിക്കും ഇതൊരു ഹാർവെസ്റ്റിംഗ് വീഡിയോ ആണ്. എന്നാൽ അങ്ങനെയല്ല, ഇതൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇപ്രാവശ്യം ചക്കയൊക്കെ നല്ലോണം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചക്ക വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് ഇന്നത്തെ ഐറ്റം. ഈ കാണുന്ന ചക്കയാണ് നമുക്ക് വേണ്ട ചക്ക. ഇതപ്പോൾ ഒരുക്കി നമുക്ക് ഒരു തോരനുണ്ടാക്കാം, ഇടിഞ്ചക്ക തോരൻ. ഈ കുക്കിംഗ് പരിപാടി എന്തോരം കഷ്ടപ്പാടുള്ള പണിയാണെന്ന് എനക്കൊന്നും അറിയത്തില്ല. കഴുകലും പെറുക്കലും വേവിക്കലും ചൂടും, പോരാത്തിന് വെക്കുന്ന സാധനത്തിന് രുചി കുറവാണെങ്കിലോ അതിനും കേൾക്കണം വേറെ. നിനക്കൊക്കെ രാവിലെ നിക്കറും വലിച്ചു കയറ്റി ഡൈനിങ് ടേബിളിൽ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് അമ്മച്ചി ചോറേന്ന് വിളിച്ചാൽ മതി. ഇതൊക്കെ മിക്കവാറും വീട്ടിലും മിക്കവാറും അമ്മമാരും പറയുന്ന കാര്യമാണ്. ഇതിലൊരെണ്ണം ഞാൻ ഇന്നലെ കേട്ടു. അതുകൊണ്ട് ഇടിഞ്ചക്ക തോരൻ ഉണ്ടാക്കാൻ പറഞ്ഞപ്പം ഇടിഞ്ചക്ക ഒരുക്കാന്നുള്ളത് ഞാനേറ്റു. അപ്പോൾ ഇതൊരുക്കിക്കൊണ്ട് നമുക്ക് പരിപാടി ആരംഭിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയറസ്റ്റ്. എൻ്റെ പൊന്നു മുറിയുന്നില്ലല്ലോ. ഗൈസ്, എൻ്റെ അമ്മ അപ്പുറ സൈഡ് ഇരിപ്പുണ്ട്. എന്നിട്ട് കമൻട്രി കേൾക്കുന്നത് നിങ്ങൾ കേൾക്കണ്ടോയെന്ന് അറിയില്ല. ഇത്തിരി പാടുണ്ടെന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇത്തിരി പാടുണ്ട് ഗൈസ്. കത്തി വെച്ച് വെട്ടിയാൽ മതിയായിരുന്നു, പക്ഷേ വീഡിയോ കാണിക്കാൻ വേണ്ടി ഞാൻ വലിയ ഗുമ്മാക്കിയതാണിത്. എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്ന് ഇതിൻ്റെ അപ്പുറേ എൻ്റെ സൂപ്പർ മാതാവ് ഇരിപ്പുണ്ട്. ഈ പരിപാടി ഏറ്റപ്പോൾ വിചാരിച്ച പോലെയല്ല, നല്ല കടുകട്ടി പണിയാണ്. അങ്ങനെ ഇത്രയും സാധനം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പണിയുള്ള പണിയാണിത്. ഈ നന്നാക്കലും പിന്നെ ഈ ചക്കമടലിനെ ഈ സാധനമാക്കലും സീനും പണി കേട്ടോ. ചക്കമുളഞ്ഞും കളയാൻ വെളിച്ചെണ്ണ ബെസ്റ്റ്. കയ്യിൽ നല്ലപോലെ തേച്ച് തുണിയും കൊണ്ടൊരു വൈപ്പ്, അത്രേ ഉള്ളൂ. ഈ കുക്കറിൽ ഈ സാധനം ഇട്ട് കഴിയുന്നതോടുകൂടി എൻ്റെ പണി തീർന്നു കേട്ടോ. ബാക്കിയെല്ലാം അമ്മ നോക്കിക്കോളും. ഇനി ഇതിൽ മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കണം. അങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെട്ടിയിട്ട ചക്കേൻ്റെ പീസിനെ ആ വെള്ളത്തിലൊന്ന് കുളിപ്പിച്ചു കൊടുത്ത് കുക്കറിൽ ഒരു വിസിലടിക്കാൻ വെക്കണം. അതിലൊരു വിസിലടിക്കുമ്പോഴത്തേനും ഉള്ളിയും വെളുത്തുള്ളിയും ചതയ്ക്കാം. അതാ കുക്കർ വിസിലടിച്ചു. ഇതിനകത്ത് വെള്ളമെല്ലാം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അരിപ്പ പാത്രത്തിലേക്ക് വെക്കാം. വെള്ളം മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതും ചതയ്ക്കാം. ഓരോ ചക്കേൻ്റെയും മൂപ്പിനനുസരിച്ചാട്ടോ കുക്കറിലെ വിസില്. ചിലതിന് ഒരു വിസിൽ മതി, ചിലതിന് 2 വിസിൽ വേണ്ടി വരും. അങ്ങനെയൊക്കെ ചക്ക പീസെല്ലാം ചതച്ചെടുത്ത സ്ഥിതിക്ക് നമുക്ക് ചീനിച്ചട്ടീന് തട്ടേ കയറ്റാം. ഇത് ഈ വെളിച്ചെണ്ണേൻ്റെ കൂടെ പോകുന്ന ഈ കറുത്ത സാധനം വണ്ടും പ്രാണിയൊന്നും അല്ല കേട്ടോ. 2 സൈഡിലേക്ക് സിഗ്നൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ആ സാധനം കുരുമുളകാട്ടോ. വെളിച്ചെണ്ണ കാറാതിരിക്കാൻ ഇട്ടതാണ്. ഇതിലേക്ക് ഇനി ചതച്ച് വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തേക്ക് കാന്താരി മുളക് ക്രഷ് ചെയ്തതും തൊട്ട് പുറകെ കുരുമുളക് പൊടിയും കറിവേപ്പിലയും ചേർക്കാം. അത് കഴിഞ്ഞ് തേങ്ങയും ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമുക്ക് ചക്ക ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി 2 ഇളക്കും കൂടി ഇളക്കി കഴിഞ്ഞാൽ പരിപാടി തീർന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇടിഞ്ചക്കത്തോരൻ സെറ്റായിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം അത്യാവശ്യം പോയി കഴിയുമ്പോഴത്തേന് ഇത് ഉലർന്നു വരും കേട്ടോ. അപ്പോൾ അതാ ഇടിഞ്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിന് കഴിച്ചു നോക്കാം. കഴിച്ച് നോക്കാനൊന്നുമില്ല, സൂപ്പർ തന്നെ ആയിരിക്കും. കിട്ടും കേട്ടോ. ഹലോ.